തിരുവനന്തപുരം ജില്ലയിലെ മരുതംകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ ഉദിയന്നൂർ ദേവീക്ഷേത്രം. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് മേടപ്പുണർദം പൊങ്കാല മഹോത്സവം 2026 ഏപ്രിൽ മാസം 19 മുതൽ 28 വരെ നടന്നു. ഏപ്രിൽ മാസം 19 തീയതി ഞായറാഴ്ചയായിരുന്നു മഹോത്സവ സമാരംഭ സമ്മേളനവും തൃക്കൊടിയേറ്റും. 2026 ഏപ്രിൽ മാസം 23 തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു ഉദിയന്നൂർ പൊങ്കാല. ഉച്ചയ്ക്ക് 12:10 പൊങ്കാല നിവേദ്യം. ഏപ്രിൽ മാസം 28 തീയതി ചൊവ്വാഴ്ചയായിരുന്നു സാംസ്കാരിക സമ്മേളനവും ശ്രീ ഉദിയന്നൂരമ്മ പുരസ്കാര സമർപ്പണവും ചികിത്സാ സഹായ വിതരണവും. പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മയ്ക്ക് ഈ വർഷത്തെ ശ്രീ ഉദിയന്നൂരമ്മ പുരസ്കാരം സമർപ്പിച്ചു. എല്ലാ വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര യജ്ഞാചാര്യൻ ശ്രീ ബി രഘുനാഥപിള്ള സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. വന്ദേ മാതരമംബികാം ഭഗവതിം വാണീരമാസേവിതാം കല്യാണി കമനീയകൽപ്പലതികാം കൈലാസനാഥപ്രിയ. ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഒരു തിരുവുത്സവം കൂടെ ഇന്ന് പര്യവസാനിക്കുകയാണ്. ഇന്നത്തെ സുദിനമെന്ന് പറയുന്നത്
ദേവിയുടെ തിരുവാറാട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദയന്നൂരമ്മ പുരസ്കാരം സമർപ്പണം നടത്തുന്ന ഒരു വിശിഷ്ട ചടങ്ങ് കൂടെയാണ് ഇന്നത്തേത്. ഈ ദിവസത്തിൻ്റെ മാത്രമല്ല, ഇത്രയും ദിവസത്തിൻ്റെ, അതായത് കഴിഞ്ഞു പോയ 10 ദിവസത്തിൻ്റെ കഠിനാധ്വാനം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും ഭക്തരായിട്ടുള്ള ആൾക്കാരും ഒക്കെയും ഒത്തൊരുമയോടുകൂടി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നത്തെ ഈ സന്തോഷമായിട്ടുള്ള ദിനം. ഇതിലാരെയൊക്കെ ഓർമ്മിക്കണം എന്നുള്ളത് അറിയില്ല. കാരണം 15 അംഗ ഭരണസമിതിയാണ് ഉദയന്നൂർ ദേവീക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതെങ്കിലും ഉദയന്നൂർ ഭക്തരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഉദയന്നൂർ അമ്മയുടെ ദാസർ എന്നത് ഒത്തൊരുമയോടെ എല്ലാ സമർപ്പണവും നടത്തി ഈ ക്ഷേത്രത്തിന്റെ തിരു ഉത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ വ്യക്തികളെയും ഈ നിമിഷത്തിൽ ഓർക്കുന്നു. ദേവിക്ക് വേണ്ടി പൂജകൾ സമർപ്പിച്ച, ദേവിക്ക് വേണ്ടി അന്നദാനം സമർപ്പിച്ച, സായാഹ്ന ഭക്ഷണം സമർപ്പിച്ച, ഭക്തർക്ക് വേണ്ടി സായാഹ്ന അല്ലെങ്കിൽ ഭക്ഷണം സമർപ്പിച്ച, ഇന്ന് ആറാട്ട് സദ്യ നടത്തുന്ന എല്ലാ ആൾക്കാരെയും, കാരണം എടുത്തു പറഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകുന്ന ഒരു പട്ടികയാണുള്ളത്. അങ്ങനെ എടുത്തു പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുന്നു, എല്ലാ വ്യക്തികളെയും അവരുടെ ആത്മസമർപ്പണത്തിന്റെ ഒരു ഫലമാണ് ഇന്ന് ഉദയന്നൂർ ദേവി ക്ഷേത്രത്തിന്റെ ഈ സന്തോഷ ദിനം. ഇന്നിവിടെ ഉദയന്നൂർ ദേവി കൂട്ടായ്മ ആറാട്ട് സദ്യ നടത്തി ആണ് ഇന്നത്തെ ഈ അന്നദാനം സമാപിപ്പിക്കുന്നത്. ആരെയൊക്കെ ഓർക്കണം എന്നറിയില്ല. കാരണം അത്രയ്ക്കും വേണ്ടിയിട്ട് ഈ ഉത്സവത്തിനും അമ്മയ്ക്കും വേണ്ടി എല്ലാം സമർപ്പിച്ച എല്ലാ ഭക്തരെയും, സമർപ്പണം നടത്തിയ വ്യക്തികളെയും എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ടും, ഒപ്പം ഈ നാനപ്പൂരം നടത്തുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികളെയും, ഇതിനുവേണ്ടി രാവും പകലും അധ്വാനം നടത്തിയ നമ്മുടെ നല്ലവരായിട്ടുള്ള അമ്മമാരെയും, എല്ലാ വ്യക്തികളെയും, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക, എല്ലാവരെയും ഞാൻ സ്മരിച്ചുകൊണ്ട് ഇത്രയും സന്തോഷമായിട്ടുള്ള ദിനം നമുക്ക് സമർപ്പിച്ച ഈ ദിനത്തെയും ഓർത്ത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. കാരണം കഴിഞ്ഞ 2011 മുതലാണ് ഉദയന്നൂരമ്മ പുരസ്കാരം ഇവിടെ നൽകി ആദരിച്ചു തുടങ്ങിയത്. ഇന്നത്തെ ഉദയന്നൂരമ്മ പുരസ്കാരം വളരെ സന്തോഷത്തോടെ നമ്മുടെ ഭരണസമിതിയും ഏകകണ്ഠേന തീരുമാനിച്ചത് ഓബരക്കുട്ടി ടീച്ചർ എന്ന മഹത്വത്തെയാണ്. സംഗീത ലോകത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള, സംഗീത കുടുംബത്തിൽ നിന്ന് ജന്മം കൊണ്ട ശ്രീമതി ഓമനക്കുട്ടി ടീച്ചർ, നമ്മുടേതായിട്ടുള്ള അമ്മയുടെ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയ ടീച്ചർ എന്ന നമ്മുടെ എല്ലാവരുടെയും അമ്മയെ ശ്രീ ഉദയന്നൂരമ്മയുടെ നാമധേയത്തിലും ക്ഷേത്രയോഗത്തിൻ്റെ നാമധേയത്തിലും ഞാൻ ആദ്യമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കവടിയാർ രാജകുടുംബത്തിലെ ഇളമുറത്തമ്പുരാൻ ആദിത്യവർമ്മ ടീച്ചർക്ക് പുരസ്കാരം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എളിമയാണ്. ഞാൻ വേണോ എന്നാണ് ചോദ്യം. ആ എളിമ മനസ്സ്, കഴിഞ്ഞ വർഷം നമ്മൾ പുരസ്കാരം കൊടുത്തത് അദ്ദേഹത്തിന്റെ മാതാവിനായിരുന്നു. ഈ വേദിയിൽ വെച്ച് എവരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് നമ്മൾ ആദരവ് നൽകി, ഉദയന്നൂരമ്മ പുരസ്കാരം നൽകി നമ്മൾ സ്വീകരിച്ചു. ഇന്ന് ആ പുരസ്കാരം സമർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ തമ്പുരാട്ടിയുടെ മകനായിട്ടുള്ള ആദിത്യവർമ്മ, അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തിരുമനസ്, അങ്ങേ ഞാൻ ഈ യോഗത്തിലേക്ക് ക്ഷേത്രയോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു.
ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ശ്രീ രാജേന്ദ്ര സെൻ സാർ, ഇനിയും പ്രേക്ഷക മനസ്സിന് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള സംഭാവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമ്മേളനത്തില് സാംസ്കാരിക സമ്മേളനത്തില് സന്ദേശം നൽകുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ക്ഷേത്രയോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ളത് നമ്മുടെ വി കെ പ്രശാന്ത് സാർ. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ക്ഷേത്രത്തിന്റെ സകലവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതുപോലെ സഹായിച്ചിട്ടുള്ള വ്യക്തി വി കെ പ്രശാന്ത് സാർ. അങ്ങയെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷേത്രയോഗത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പെട്ടെന്നാണ് അദ്ദേഹം എത്താമെന്ന് ഏറ്റത്. ബ്രഹ്മചാരി നിഖിൽജി, അങ്ങയെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നമ്മുടെ ക്ഷേത്രയോഗം പ്രസിഡന്റ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള ക്ഷേത്രയോഗം പ്രസിഡന്റ് ശ്രീ സതീഷ് ചന്ദ്രൻ നായർ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ സുഹൃത്തും എഴുത്തുകാരനും നിരൂപകനുമായ ശ്രീ ഡോക്ടർ രാജേന്ദ്രൻ പിള്ള, നമ്മുടെ ക്ഷേത്രത്തിലെ ഒരു ഭക്തനാണ് അദ്ദേഹം. ഒരു എഴുത്തുകാരനാണ്, നിരൂപകനാണ്. നമ്മുടെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രഘുനാഥ പിള്ള സാർ, അങ്ങയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ നായരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉദയന്നൂരമ്മയുടെ എല്ലാ ആത്മസമർപ്പണം നടത്തുന്ന നമ്മുടെ ഭക്തരാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാമായിട്ടുള്ള ഉദയന്നൂരമ്മയുടെ ഭക്തരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും, ഒപ്പം തന്നെ ഇതിനെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെയും നമ്മുടെ പ്രോഗ്രാമുകളെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള വ്യക്തികൾ എന്നുവേണ്ട ഞാൻ വിട്ടുപോയിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിയിട്ടുള്ള ചികിത്സാ സഹായം സ്വീകരിക്കാൻ വേണ്ടി ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് ചികിത്സാ സഹായം നൽകുന്ന ഉദയന്നൂർ ദേവി ഫൗണ്ടേഷൻ. ഉദയന്നൂർ ദേവി ഫൗണ്ടേഷൻ എന്നത് ഇന്ന് 7 കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഉദയന്നൂർ ദേവി ഫൗണ്ടേഷൻ. അത് പ്രത്യേകിച്ചും ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ധാർമ്മിക പ്രവർത്തനവും ഉദയന്നൂർ ദേവി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഉദയന്നൂർ ദേവി ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ആശംസിക്കുന്നു. അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ എല്ലാ ആൾക്കാരെയും ഈ നിമിഷത്തിൽ സ്മരിച്ചുകൊണ്ടും ഇതിനുവേണ്ടി ആത്മസമർപ്പണം നടത്തിയ എല്ലാമായിട്ടുള്ള ഭക്തരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉദയന്നൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
ഉദയന്നൂർ ഭഗവതി ക്ഷേത്രനടയിൽ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി നിൽക്കുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക്. ഒരു നീണ്ട പ്രസംഗത്തിന് ഈ സാംസ്കാരിക സമ്മേളന സന്ദേശത്തിൽ നിന്നും സമയമില്ല എന്നുള്ളത് ഒരല്പം വൈകി തുടങ്ങിയതിൻ്റെ പേരിൽ ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട MLAക്ക് പോകാൻ അത്യാവശ്യമുണ്ട്. എനിക്കും ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദീർഘമായ ഒരു സാംസ്കാരിക സമ്മേളന സന്ദേശമൊന്നും ഇല്ല. പിന്നെ ഓമനക്കുട്ടി ടീച്ചറെ കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല മലയാളികൾക്കെല്ലാം അറിയാം. വലിയൊരു കലാകുടുംബത്തിലെ അംഗമായി ജനിച്ച് ടീച്ചറും സഹോദരങ്ങളും കൊച്ചുമോനും ഒക്കെ സംഗീത ലോകത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു കലാകാരിയാണ് ടീച്ചർ. ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തും ഒക്കെയുള്ള ടീച്ചറ് ഞാൻ തിരുവനന്തപുരത്ത് താമസമാക്കിയത് മുതൽ ഇടയ്ക്കിടയ്ക്ക് പരിപാടികളിലും കുടുംബത്തിലും മേടയിൽ കുടുംബത്തിലും ഒക്കെ ചെന്ന് കാണാറുണ്ട്, ഒന്ന് നമസ്കരിക്കാറുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ടീച്ചർക്ക് ഇന്ന് ഈ ലഭിക്കുന്ന പുരസ്കാരം എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു പുരസ്കാരം കൂടിയാണ്. ഇതൊരു ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ചും ഇത്രയും ഒരു സദസ്സ് ഞാൻ ബഹുമാനപ്പെട്ട MLAയോട് പറയുമായിരുന്നു, ഓരോ പരിപാടിക്കും ഓരോ തരം വേദിയും ഓരോ തരം സദസ്സുമാണ്. ഇവിടെ കണ്ട സദസ്സെന്ന് പറയുന്നത് കൂടുതലും തലമുടി നരച്ച ചേച്ചിമാരും സഹോദരിമാരും ഒക്കെ ഇരിക്കുന്നതാണ്. എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇത് മുഴുവൻ നര തന്നെയാണ്. 3-4 കൊല്ലം മൊത്തം നരയായിട്ട് നടന്ന് 2 സിനിമ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടി കറുപ്പിച്ചതാണ്. ഉദര നിമിത്തം ബഹുകൃത വേഷം എന്നാണല്ലോ. അപ്പോൾ ഈ പച്ചരി വാങ്ങാനുള്ള വകുപ്പിൽ പല വേഷങ്ങളും കലാകാരൻ കെട്ടും, അതിലൊരു വേഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാനിവിടുത്തെ ഒരു ഭക്തനാണ്. മിക്കവാറും സമയം കിട്ടുമ്പോൾ വന്ന് തൊഴുത് അനുഗ്രഹം വാങ്ങി എൻ്റെ സിനിമയൊക്കെ പെട്ടെന്ന് ആരംഭിക്കണേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവരുടെയും ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്കും അങ്ങനെ ഒരു ആവശ്യം കൊണ്ട് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് വിരമിക്കാനുള്ള അനുവാദം ദേവിയും സദസ്സും വേദിയും ഒക്കെ തരണം എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്രത്തിൽ എത്തേണ്ടതാണ്. ഇനിയും ഒരു 3 മിനിറ്റുണ്ട്, അതിങ്ങനെ എത്തുന്നുള്ള ചിന്തയിലാണ് ഞാൻ. എന്തായാലും ഏറ്റവും വലിയൊരു ഭാഗ്യം ടീച്ചർക്ക് പുരസ്കാരം കൊടുക്കാൻ നൽകിയത്. വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനിയും അധികം പുരസ്കാരങ്ങൾ ഇനിയും ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിക്കും ടീച്ചറിനെ എപ്പോൾ കണ്ടാലും ടീച്ചറിൻ്റെ പേര് പോലെ തന്നെയാണ് ടീച്ചറുടെ സ്വഭാവം. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. അപ്പോൾ ടീച്ചർ, ഞാൻ പണ്ട് അല്പം സംഗീതമൊക്കെ ഉണ്ടായിരുന്നു, വീണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പറഞ്ഞു ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വീണ വായിക്കണം. ഞാൻ പറഞ്ഞു വായിക്കാൻ സമയത്തിൻ്റെ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴേ ആൾക്കാർക്കൊക്കെ പഠിക്കാനും ഇതിനുള്ള സമയം കുറവാണല്ലോ. എല്ലാം ഇപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പിലുണ്ടല്ലോ. ഇപ്പോൾ ശ്രുതി വെക്കുന്നത് തന്നെ നമ്മൾ ആപ്പ് വെച്ചിട്ട് മൂടുമ്പോൾ അതിൽ ഡെസിമൽസ് കറക്റ്റാണോ ശരിയല്ലോ എന്ന് കാണിക്കും. അവസാനം
ഇപ്പോഴേ ആൾക്കാർക്ക് ഇനിയും കുറച്ചുകൂടി നാൾ കഴിയുമ്പോൾ നമ്മുടെ തമ്പൂരി ട്യൂൺ ചെയ്യാൻ പോലും അറിയാൻ വയ്യാത്തൊരു കാലം വരരുത്. ശരിക്കും ഒരു തമ്പൂരി ട്യൂൺ ചെയ്യുക. ഞാൻ പണ്ട് തമ്പുരുവിൽ പറയുന്നത് ശരിയാണെന്ന്, ഇപ്പോൾ തമ്പുരുവിൽ ഇങ്ങനെ ഈ സാപ്പാസ അല്ലെങ്കിൽ സരിഗമ്മയൊക്കെ തമ്പുരുവിൽ ചെറിയൊരു കുട്ടിക്കാലത്ത് ബാറ്ററി വെച്ച് കളിച്ച് സരിഗമ്മ 15 വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ചതല്ല, വെറുതെ വലിയമ്മയും അവരുടെയൊക്കെ അത് കേട്ടിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം ഇലക്ട്രോണിക് യുഗത്തിലാണല്ലോ. അവസാനം നമ്മൾ ഈ കൂടുതൽ ഈ ആപ്സിൽ നമ്മൾ വിശ്വസിച്ചാൽ അവസാനം നമ്മുടെ കഴിവുകൾ കുറഞ്ഞു പോകും. ആപ്പെല്ലാം നമുക്കൊരു ആപ്പാവരുത് അവസാനം. അതാണ് കൂടുതൽ പറയാനുള്ളത്. ഇപ്പോൾ ടീച്ചർ പറയുന്നു ഇവിടെ അമ്പലത്തിലെ മണി അടിച്ചപ്പോൾ അതിൻ്റെ ശ്രുതി വരെ ടീച്ചർക്ക് ഒറ്റ കേൾവി തന്നെ, ഒറ്റ ശബ്ദം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങളൊക്കെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആ പഴയ കാലത്തെ ആ പഠനത്തിൻ്റെ രീതിയും പ്രാക്ടീസും എല്ലാം അങ്ങനെയാണ്. കൂടുതൽ സംസാരിച്ച് ടീച്ചറിൻ്റെ സമയവും എൻ്റെ സമയവും എല്ലാവരുടെ സമയവും ഞാൻ കളയുന്നില്ല. എല്ലാവർക്കും ദൈവയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്നും ഇതുപോലെ നല്ല സദസ്സിൽ നല്ല ആൾക്കാർ ഇനിയും വരാൻ ദേവി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആറാട്ടം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. വരാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. ടീച്ചർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലും സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ദേവിയുടെ ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കാൻ പറ്റിയതിൽ. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് നമുക്കറിയാം, നാദബ്രഹ്മം എന്നാണ് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഭഗവത്ഗീതയിൽ പറയും, ക്ഷേത്രജ്ഞൻ ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് പറയും. നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ആത്മചൈതന്യം എന്ന് പറയുന്നത് സൂത്രേ മണികണായവ, എല്ലാം ഒരു മാലയെ കോർക്കുന്ന നൂല് പോലെ ഞാൻ എല്ലാവരിലും ഉണ്ട് എന്ന് പറയുന്നു. ഈ ഒരു ആത്മാവിനെ സാക്ഷാത്കരിക്കാനാണ് നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സകല പരിശ്രമവുമെങ്കിൽ, നമ്മുടെ സകല ക്ഷേത്രാരാധനയും സകല സാധനയും എല്ലാം അതിനാണെങ്കിൽ, ആ ഒരു ബ്രഹ്മത്തെ നേരിട്ട് നമുക്കൊരു ആക്സസ് കിട്ടുന്ന ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ ചെയ്യുന്ന ഈ ഒരു പറഞ്ഞ സംഭാവനകൾ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സമൂഹത്തിനെ ഉണർത്തുന്നതിൽ, ഉയർന്ന ഒരു ബോധതലത്തിലേക്ക്, ഉയർന്ന ഒരു കോൺഷ്യസ് റിയാലിറ്റിയിലേക്ക് ഉയർത്തുന്നതിൽ, പടിപടിയായിട്ട് ഉയർത്തുന്നതിൽ സംഗീതത്തിന് ഭാരതത്തിൽ ഋഷിമാർ കൽപ്പിച്ചിട്ടുള്ളത് വളരെ ഉന്നതമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സംഗീതജ്ഞയായിട്ടുള്ള സംഭാവനകൾക്കുപരി ഭാരതത്തിൽ നമുക്കറിയാം ഗുരു എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അനേകം പേരുടെ ഗുരുവായിക്കൊണ്ട്, അനേകം പേരുകളെ ഉപകരണമാക്കിക്കൊണ്ട് ഈ നമ്മുടെ സമൂഹത്തിൽ സംഗീതമാകുന്ന മാധ്യമം വഴി നമ്മുടെ ഉള്ളിലെ ആ ഒരു ദിവ്യ ചൈതന്യത്തെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു സംഭാവനയാണ് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഭാവിയിലും ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ. നിരവധി പുരസ്കാരങ്ങളും അതുപോലെ ആയുരാരോഗ്യങ്ങളൊക്കെ നേടി ജീവിതത്തിൻ്റെ യഥാർത്ഥ ധന്യതയിലേക്ക് ഉയരാൻ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വർഷം തന്നെ ശരിക്കും രണ്ടാമത്തെ മീറ്റിംഗാണ് ആദരണീയായ ടീച്ചറുമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദി ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് കഥകളി മ്യൂസിക് എന്ന വിഷയത്തിലാണ് ടീച്ചറുടെ PhD. ഈ PhD വെല്ലാൻ, ഈ വിഷയത്തിലുള്ള PhD വെല്ലാൻ സംഗീതത്തിൽ ഒരുപാട് PhD ഉണ്ടായിട്ടും ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ചില സംഗീത വിദഗ്ധന്മാർ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു. കീർത്തനങ്ങൾ പാടാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ശബ്ദം എന്നുറക്കെ പറയാൻ ശരിക്ക് ഒരു സംഗീതജ്ഞയ്ക്ക് കഴിയുമെങ്കിൽ അത് അന്തസ്സായിട്ട് ഞാൻ ശരിക്ക് വില കൽപ്പിക്കും. അതാണ് ഓമനക്കുട്ടി ടീച്ചറുടെ വ്യക്തിത്വം എന്ന് ഞാൻ പറയും. അതാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകമെന്ന് ഞാൻ പറയും. സമ്പന്നമായ ഒരു സദസ്സ്. ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടും ഇത്രയും സമ്പന്നമായ ഒരു സദസ്സ് ഞാൻ കണ്ടിട്ടില്ല. അതിനെല്ലാവരോടും നന്ദി ആദ്യമായി പറഞ്ഞുകൊണ്ടിട്ട്. പിന്നെ സദസ്സിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണുള്ളത്. അപ്പോൾ ഇവിടെ ഉദയന്നൂർ പ്രദേശത്ത് സ്ത്രീ സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം വളരെയുള്ള പ്രദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അമ്മയുടെ കടാക്ഷം ഉണ്ടാകാം. എനിക്ക് പറയുവാനുള്ളത്, ഈ ഒരു പുരസ്കാരം
ഉദിയന്നൂർ അമ്മയുടെ പുരസ്കാരം, ശക്തിമയിയായ ദേവിയുടെ പുരസ്കാരം, ഇവിടുത്തെ എല്ലാ ആളുകളുടെയും പെറ്റമ്മയായ ഉദിയന്നൂർ അമ്മയുടെ പുരസ്കാരം. ഈ പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് പരമഭാഗ്യമാണ്, അത് യാതൊരു സംശയവുമില്ല. ദേവി ശക്തിമയാണ്, ആദിപരാശക്തി, അമര തേജസ്വിനി, നാദബ്രഹ്മ ബീജാക്ഷര രൂപിണിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൻ്റെ തിരു അനന്തപുരിയുടെ ഐശ്വര്യത്തിൻ്റെ കലവറ തന്നെയാണ് ഈ ക്ഷേത്രം. ഞാൻ 15 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ വന്നിട്ടുള്ളത്. അന്നു മുതൽ കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി, അസാമാന്യമായ പുരോഗതിയാണ് കാണുന്നത്. അത് നാട്ടുകാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും അതീവ പ്രയത്നം കൊണ്ട് തന്നെയാണ്. അതിന് എല്ലാവരെയും ഞാൻ പൂർവ്വം ഓർക്കുകയാണ്. നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. നാട്ടുകാരുടെ സഹകരണമില്ലെങ്കിൽ ഇത്രമാത്രം ഈ ക്ഷേത്രം പുരോഗമിക്കുകയില്ല. പിന്നെ പറയുവാനുള്ളത്, രാജേന്ദ്രൻ നായർ സാറ് പറഞ്ഞു എന്തുകൊണ്ട് സിനിമയിൽ പാടുന്നില്ല എന്ന് പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾ 3 പേരാണല്ലോ, അതിൽ 2 പേരും, ജ്യേഷ്ഠൻ ക്ലാസിക്കലും ഉണ്ടായിരുന്നു, അതേസമയം സിനിമയിലെ പാട്ടുകളും ചെയ്തിരുന്നു, സിനിമയിൽ പാടുകയും ചെയ്തിരുന്നു. ശ്രീകുട്ടൻ സിനിമയിൽ മാത്രം പാടിയിട്ടുണ്ട്. എനിക്ക് ഒരു 10-12 വയസ്സുള്ളപ്പോൾ ദേവരാജ മാസ്റ്റർ പലപ്പോഴും ഹരിപ്പാട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പാടാൻ പറയും. അന്നൊക്കെ എത്ര പിച്ച് വേണമെങ്കിൽ പോവും. അദ്ദേഹം പറഞ്ഞു, സിനിമയിലേക്ക് വിട്ടൂടെ കുട്ടിയെ പാട്ട് പാടാൻ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അവൾ ക്ലാസിക്കൽ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് എൻ്റെ മനസ്സിലങ്ങ് തറച്ചു, ക്ലാസിക്കൽ മതി എന്നുള്ളത്. എങ്കിലും സിനിമയിലെ ദേവാസുരത്തിലൊക്കെ ഒരു ക്ലാസിക്കൽ സോങ് എന്നെ കൊണ്ട് ചേട്ടൻ നിർബന്ധിച്ച് പാടിച്ചതാണ്, എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. എന്താണോ അത്, അതിനേക്കാളും ക്ലാസിക്കലാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അച്ഛൻ്റെ ആ വാക്കുകളായിരിക്കാം ഒരുപക്ഷെ എന്നെ അതിലേക്ക് നയിച്ചത്. പക്ഷെ അങ്ങനെ പോയി. ഞാൻ ഡിഗ്രി ഒക്കെ എടുത്തു. വിമൻസ് കോളേജിൽ 32 വർഷം ജോലി നോക്കി, ലെക്ചറായിട്ടും പ്രൊഫസറായിട്ടും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ടും. അത് കഴിഞ്ഞ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായി. ആദ്യത്തെ പ്രൊഫസർ ഞാൻ തന്നെയായിരുന്നു. അവിടെയും ഒരു കെട്ടിടമൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ പാടുന്നവരെക്കാളും എനിക്ക് ശിഷ്യസമ്പത്തുണ്ടായി. എൻ്റെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ പൈസയോ പുരയിടങ്ങളോ ഒന്നുമല്ല, എൻ്റെ ശിഷ്യരാണ്. അതുപോലെ ഒരു സമ്പത്ത് സിനിമയിലുള്ളവർക്കുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അപ്പോൾ അത്രയൊരു എത്ര കുട്ടികളെയാണ് പഠിപ്പിച്ചത്. ഈ 36 വർഷം എത്ര കുട്ടികളാണ് പഠിച്ച് വെളിയിലേക്ക് പോയത്. ഞാൻ എവിടെ പോയാലും, ഇന്ത്യയിൽ ഏത് ദേശത്ത് പോയാലും അല്ലെങ്കിൽ വിദേശത്ത് പോയാലും എൻ്റെ ഏതെങ്കിലും ഒരു ശിഷ്യനോ അവിടെ കാണും. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമയിൽ പാടാത്തതുകൊണ്ട് യാതൊരു വിഷമവുമില്ല, സന്തോഷമുള്ളൂ. കാരണം മനസ്സിന് സമാധാനമുണ്ട്. മറ്റേ പാട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം, ഇത് പാടിക്കൊണ്ടിരിക്കാമല്ലോ ക്ലാസിക്കലാകുമ്പോൾ. ക്ലാസിക്കൽ പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്ക് വേറൊരു ഗാനങ്ങളും പാടുമ്പം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. ഇവിടെ വരുവാനും ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അവരെന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക്
മുൻപ് വന്നിട്ടുള്ളവരെല്ലാം വലിയ 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 ആളുകൾ തന്നെയാണ്. അപ്പം അവരോടൊപ്പം എന്നെയും ചേർത്ത് നിർത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ ഈ നാട്ടിലുള്ള നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷമുണ്ട്. നിങ്ങളോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ മോള് പറഞ്ഞു ദേവിയെക്കുറിച്ചൊരു പാട്ട് പാടണമെന്ന്. അതിന് അവളെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. ക്രീം മന്ത്രകണികേ മന്ത്രകണികേ ക്രീം മന്ത്രകണികേ മന്ത്രകണികേ കണികേ ഉണ്ണി വേഗം നടന്നോളൂ ഉദയന്നൂരമ്മയെ തൊഴുതോളൂ ഉണ്ണി വേഗം നടന്നോളൂ ഉദയന്നൂരമ്മയെ തൊഴുതോളൂ ഉണ്ണി വേഗം നടന്നോളൂ ഉദയന്നൂരമ്മയെ തൊഴുതോളൂ അവിടുത്തെ അമ്മയെ തൊഴുതിട്ട് വയ്യല്ലോ കണ്ണു നിറഞ്ഞിട്ട് ഉണ്ണി വേഗം നടന്നോളൂ ഉദയന്നൂരമ്മയെ തൊഴുതോളൂ. എൻ്റെ കൊച്ചുമകനും കൂടെ പാടിയതാണ്. ശംഖു എന്ന് വിളിക്കുന്ന KS ഹരിശങ്കർ. രണ്ടുപേരും കൂടെ പാടാം. അവനെ കഷ്ടിച്ച് 3.5 വയസ്സേ ഉള്ളൂ അന്ന് ഇത് പാടുമ്പോൾ. അപ്പോൾ അത് ഈ പാട്ട് പാടിയത് കൊണ്ടാകണം അവന് ഇത്രയും അനുഗ്രഹം ദേവി നൽകിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയംവദേ പരദേവദേ പ്രിയംവദേ പരദേവദേ പ്രിയംവദേ പരദേവദേ പ്രിയംവദേ പരദേവദേ പ്രിയംവദേ പരദേവദേ പരദേവദേ ആ ആ ആ ഈ ചികിത്സാ സഹായ വിതരണം നടത്തുന്നതിന് ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ഈ ഉത്സവം വളരെ വിജയമാക്കി തീർന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും സംഘടനകളും സമിതികളും സാംസ്കാരിക സമിതികളും എല്ലാവർക്കും ഒന്നും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു.
ഉദിയന്നൂർ ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.